ഏറ്റവും കുറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കിയാൽ പോലും ഇന്ത്യയും ചൈനയും അറേബ്യയും ഓരോ വർഷവും 100 മില്യൺ സെസ്റ്റർസീസ് ആണ് നമ്മുടെ സാമ്രാജ്യത്തിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ ആഡംബരങ്ങളും നമ്മുടെ സ്ത്രീകളും നമുക്ക് വരുത്തിവെക്കുന്ന ചിലവ്. CE 77 വർഷം പ്ലിനി ദി എൽഡർ എന്ന റോമൻ എഴുത്തുകാരൻ എഴുതിയ വാക്കുകളാണിത്. പ്ലിനി ഉദ്ദേശിച്ചത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കച്ചവടത്തെക്കുറിച്ചായിരുന്നു. ഇന്ത്യയും ചൈനയും അറേബ്യയുമായിട്ടുള്ള കച്ചവടങ്ങൾ. അതിൽ കേരളത്തിലും പോർട്ടുകളുണ്ടായിരുന്നു. അവർ കുരുമുളകും സ്പൈസസും മറ്റും മേടിച്ചിരുന്ന പോർട്ടുകൾ. അതിലൊന്നിനെ ഗ്രീക്കുകാരും റോമൻസും വിളിച്ചിരുന്നത് മുസിരിസ് എന്നായിരുന്നു. മുസിരിസിൻ്റെ ചരിത്രത്തെപ്പറ്റി നമുക്ക് കിട്ടിയ വലിയ ഒരു തെളിവ് സംഘം കൃതികളിൽ നിന്നാണ്. തമിഴിലെ സംഘം കവിതകളിൽ 300 BCEക്കും 300 CEക്കും ഇടയിൽ എഴുതപ്പെട്ട അകനാനൂറ് എന്ന കൃതിയിൽ പെരിയാർ നദിയിലെ ഒരു സീൻ വിവരിക്കുന്നുണ്ട്. അതിൽ യവനരുടെ കപ്പലുകൾ പെരിയാറിൽ ഉണ്ടായിരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. റോമൻസിനെ യവനർ എന്ന് വിളിക്കാൻ കാരണം റോമൻസിന് മുമ്പേ വന്നിരുന്ന ഗ്രീക്കുകാരാണ്. ഗ്രീക്കുകാരുടെ പേരായ അയോണിയൻസ് ആണ് യവനറായി മാറിയത്. മുസിരിസ് ഇരുന്ന സ്ഥലമായി കണക്കാക്കുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ അടുത്തുള്ള പട്ടണം എന്ന പ്രദേശമാണ്. മുസിരിസ് എന്ന പേര് മുച്ചിറി പട്ടണം എന്ന വാക്കിൽ നിന്നും വന്നതാവാം. മുച്ചിറി എന്നാൽ മുറിച്ചുണ്ട് എന്നാണ് അർത്ഥം. ഒരു മുറിച്ചുണ്ട് പോലെ കിടക്കുന്ന പെരിയാറിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ പേര് വന്നത്. മുസിരിസിൽ നിന്ന് റോമിലേക്ക് കുരുമുളകും സ്പൈസസും രത്നങ്ങളും പട്ടും എല്ലാം കയറ്റി അയക്കപ്പെട്ടു. പകരം റോമൻ കോയിൻസ് കേരളത്തിലേക്ക് ഒഴുകി. പ്ലിനി മുസിരിസിനെ വിശേഷിപ്പിച്ചത് ദ ഫസ്റ്റ് എംപോറിയം ഓഫ് ഇന്ത്യ എന്നാണ്. 5-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ മുസിരിസിൽ കുരുമുളകിനും മറ്റുമുള്ള ഡിമാൻഡ് കുറഞ്ഞതോടെ മുസിരിസിൻ്റെ പ്രതാപകാലം അവസാനിച്ചെങ്കിലും പേർഷ്യൻസും ചൈനീസും അറബ്സും മുസിരിസിൽ കച്ചവടം തുടർന്നു പോന്നു. മുസിരിസിൻ്റെ പ്രതാപത്തിൻ്റെ ഫിസിക്കൽ എവിഡൻസുകൾ അടുത്തിടെയാണ് നമുക്ക് ലഭിച്ചത്. പട്ടണത്തെ എക്സ്കവേഷൻസിൽ നിന്നും നമുക്ക് റോമൻ നാണയങ്ങളും മെഡിറ്ററേനിയയിൽ നിന്നുള്ള പല പാത്രങ്ങളും മറ്റും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തെളിവാണ് മുസിരിസ് പപ്പൈറസ്. 1985 ഈ പേപ്പർ കഷ്ണം ഈജിപ്തിൽ നിന്നും കണ്ടുകിട്ടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ഈ മുസിരിസ് പപ്പൈറസ് ഒരു റോമൻ കച്ചവടക്കാരനും മുസിരിസിൽ നിന്നുള്ള ഒരു വ്യാപാരിയും തമ്മിലുള്ള ഒരു ബിസിനസ് കോൺട്രാക്റ്റാണ്. അതിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളുടെ മൂല്യം ഏതാണ്ട് 9 മില്യൺ സെസ്റ്റർസീസ് ആണ്. ഇന്നത്തെ കണക്കിൽ കോടിക്കണക്കിന് ഡോളേഴ്സ്. 150 CE വർഷം ഹെർമപോയോൺ എന്ന ഒരു ഷിപ്പിലാണ് ആ ലോഡ് ഉണ്ടായിരുന്നത്. 2000 വർഷം പഴക്കമുള്ള ഒരു ഇൻവോയ്സ് ആണ് ഈ മുസിരിസ് പപ്പൈറസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം മുസിരിസ് പഴയ പ്രതാപത്തിൽ എത്തിയില്ലെങ്കിലും ഒരു പ്രധാന തുറമുഖം തന്നെയായിരുന്നു. 1341 പ്രളയത്തിൽ മുസിരിസ് മുങ്ങിപ്പോകുന്നതുവരെ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ഗ്ലോബൽ വില്ലേജാണ് അന്ന് പട്ടണത്ത് മണ്ണിനടിയിലായി പോയത്. ഇന്നും അവിടെ ഉള്ളതിൽ വെറും 1% ഭാഗം മാത്രമാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടികളും പോലെ അതും പല രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണം മുടങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വലിയൊരു ഭാഗം ചരിത്രം എന്നെങ്കിലും നമുക്കറിയാനാകും എന്ന് പ്രതീക്ഷിക്കാം.